റമദാൻ മാസത്തിന്റെ ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളിലൂടെയാണ് വിശ്വാസികൾ കടന്നുപോകുന്നത്. പള്ളികളിൽ ആത്മീയതയിലൂന്നിയ ഇസ്തിഹാഫ് ഇരിക്കുന്ന വിശ്വാസികളും ലൈലത്തുൽ ഖദറിനെ തേടിയുള്ള പ്രാർത്ഥനകളും ഈ ദിനങ്ങളെ ധന്യമാക്കും. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പര സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുന്ന വേദി കൂടിയായി ഇത്തിഹാഫ് ദിനങ്ങൾ മാറും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള പള്ളികളിൽ ഇപ്പോൾ വിശ്വാസികൾ ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുകയാണ്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ഒരു സമയമായാണ് ലൈലത്തുൽ ഖദറിനെ വിശ്വാസികൾ കാണുന്നത്. തിരക്കുകളിൽ നിന്നു മാറി ദൈവത്തിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് പള്ളികളിൽ കഴിഞ്ഞുകൂടുന്ന ഇസ്തിഹാഫ് റമദാനിലെ അവസാന നാളുകളെ ധന്യമാക്കുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകി ഇത്തികാഫിരിക്കുന്നവർക്ക് പള്ളിത്തളങ്ങൾ ഇപ്പോൾ ആത്മീയ സങ്കേതങ്ങളാണ്. അവസാന 10 ഒറ്റപ്പെട്ട രാവുകളിലാണ് വിശ്വാസികൾ നിർണായകമായ ലൈലത്തുൽ ഖദറിനെ തിരയുന്നത്. സമാധാനത്തിന്റെ രാവായ ഇതിൽ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്നാണ് വിശ്വാസം. പള്ളികളിലും വീടുകളിലുമായി വിശ്വാസികൾ രാത്രികാല നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും മുഴുകുന്നു. ഖുർആൻ പാരായണവും സ്തുതികീർത്തനങ്ങളുമായി കുരുന്നുകളും ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരുന്നു. ഇത്തികാഫുകൾ പ്രധാനമായിട്ടും ഒറ്റയിട്ട രാവുകൾ എന്ന് പറഞ്ഞാൽ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, ഇങ്ങനെ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആ രാത്രികളിൽ വിശ്വാസികൾ പള്ളിയിലായിട്ട് സമയം ചെലവഴിക്കും. അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും വിശ്വാസികൾ ഇത്തികാഫിരുന്നു കൊണ്ട് സമയം ചെലവഴിക്കാറുമുണ്ട്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പര സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുന്ന വേദി കൂടിയായി ഈ ഇഖ്തികാഫ് ദിനങ്ങൾ മാറുകയാണ്. പുണ്യങ്ങളുടെ ഈ രാവുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ ആത്മീയമായ ശുദ്ധീകരണത്തിലൂടെ പുതിയൊരു മനുഷ്യനായി മാറാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഓരോ വിശ്വാസിയും. ന്യൂസ് മലയാളം, കോഴിക്കോട്.